ചോദ്യങ്ങളുണ്ടോ? അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇന്ന് ജനങ്ങൾ ഇന്റർനെറ്റിലും ഫേസ്ബുക്കിലും പങ്കാളികളെ തേടുന്നത് കാണാറുണ്ട്. പലപ്പോഴും അന്വേഷണങ്ങൾ നടത്താറുമുണ്ട്. ചില അവസരങ്ങളിൽ അവർ അന്വേഷിക്കുക പോലുമില്ല. വെറുതെ അന്യപുരുഷന്മാരെ സുഹൃത്തുക്കളായി ചേർക്കും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ സുഹൃത്ത് പട്ടികയിൽ അവരുടെ പേരുകൾ ഇരിക്കട്ടെ, ഇസ്ലാഹിനോ ദൈവത്തിനോ ഉപയോഗിക്കാമല്ലോ എന്നാണ് പറയുന്നത്. മുസ്ലിം സഹോദരിമാർ തങ്ങളുടെ ചിത്രങ്ങൾ നെറ്റിലിടുന്നു. ഇതൊക്കെ എത്രത്തോളം ശരിയാണ്? സഹോദരൻ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റിൽ പങ്കാളികളെ തേടുകയെന്നത് എത്രമാത്രം ശരിയാണ്? ഫോട്ടോകൾ ഇടാറുണ്ട്. ഇസ്ലാമിന്റെ ശരീഅത്തിലെ നിയമങ്ങൾ ലംഘിക്കാത്തിടത്തോളം എനിക്ക് തോന്നുന്നത് ഇത് ഏതൊരു ചോദ്യത്തിനുമുള്ള പൊതുവായ ഉത്തരം. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. ഇസ്ലാമിക ശരീഅത്തിനെ ലംഘിക്കാത്തിടത്തോളം കുഴപ്പമില്ല. ഒരു പുരുഷന് ഫോട്ടോ ഇട്ടാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു പുരുഷൻ എന്തിന് തന്റെ ഫോട്ടോ ഇടണം? വെബ്സൈറ്റിൽ അയാൾ എന്തിന് ഫോട്ടോ ഇടണം? ഞാൻ ദഅവ പോലെയുള്ള പൊതുവായ കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. ജീവിത പങ്കാളിയെ തേടുന്ന വിഷയത്തിൽ ഒരു പുരുഷൻ ഫോട്ടോ ഇടുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ സ്ത്രീകൾ ഫോട്ടോ ഇടുന്നത് എന്റെ അഭിപ്രായത്തിൽ ശരിയല്ല. ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് വെബ്സൈറ്റിൽ ഒരു പെൺകുട്ടി തന്റെ ഫോട്ടോ ഇടുന്നത് അനുവദനീയമല്ല. വ്യക്തിപരമായി ഒരാൾ രക്ഷാകർത്താക്കളുടെ അടുത്തോ പരിചയമുള്ള സുഹൃത്തുക്കളുടെ അടുത്തോ ഇസ്ലാമിക സംഘടനയിലോ വന്നാലൊക്കെ ഫോട്ടോ കൊടുത്തേക്കുക, പ്രശ്നമില്ല. കാരണം അത് ചില പരിധികൾക്കുള്ളിൽ നിൽക്കുന്നുണ്ട്. ആ വേളയിലും ആ ആലോചന നിരസിക്കപ്പെട്ടാൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ തിരിച്ചു വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 20 എണ്ണം ഒറ്റയടിക്ക് വിതരണം ചെയ്യരുത്. ഒരു ഗൌരവമേറിയ ആലോചന നടത്തിയ ഇസ്ലാമിക വ്യക്തിക്ക് കൊടുത്തിട്ട് അത് തിരിച്ചു വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തിയുടെ അടുത്ത് ഫോട്ടോ തിരിച്ചെത്തിയാലും മതി. ആവശ്യമുള്ളപ്പോൾ കാണിക്കുക, പിന്നെ അത് തിരിച്ചു കിട്ടണം. അതാണ് പ്രധാനം. പക്ഷെ ഫേസ്ബുക്കിൽ അത് ആർക്കും ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുക്കാം. ധാരാളം അന്യപുരുഷന്മാർ അത് കാണും. ഇന്റർനെറ്റിൽ വിവാഹാലോചനയ്ക്ക് ഫോട്ടോ ഇടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മാസികകൾ പ്രശ്നമില്ല. കാരണം മാസികകളിലെ വൈവാഹിക പങ്ക്തി പോയി നോക്കൂ. അവിടെ അഡ്രസ്സും മറ്റു കാര്യങ്ങളും ചുരുക്കത്തിൽ കാണാമെങ്കിലും ഫോട്ടോയില്ല. നീളവും നിറവും പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പ്രശ്നമില്ല. വെബ്സൈറ്റിൽ മറ്റ് പല കാര്യങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾക്കൊരാളെ അന്വേഷിക്കാം, ചാറ്റ് ചെയ്യാം. എന്തിന് ചാറ്റ് ചെയ്യണം? ജീവിത പങ്കാളിയെ തേടുന്ന വിഷയത്തിലായാലും അല്ലെങ്കിലും ഒരു അന്യപുരുഷനോ സ്ത്രീയോ ആയിട്ട് ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നിഷിദ്ധമല്ലെങ്കിലും അത് വെറുക്കപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിഷിദ്ധമാണെന്ന് നിരവധി പണ്ഡിതന്മാർ ഫത്വ പറഞ്ഞു കഴിഞ്ഞു. ഉന്നതരായ പണ്ഡിതർ അത് ഹറാമാണെന്ന് ഫത്വ പറഞ്ഞു കഴിഞ്ഞു. അത് ജീവിത പങ്കാളിയെ നോക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിലും ചാറ്റ് ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആ പരിധിവരേക്കും പോകുന്നില്ല. അത്രത്തോളമല്ലെങ്കിലും അത് പ്രോത്സാഹിക്കപ്പെടാവതല്ല, വെറുക്കപ്പെട്ടതാണ്. ദഅവത്ത് ചെയ്യുമ്പോൾ പോലും ഒരാൾ തന്റെ വിവരങ്ങളും ഫോട്ടോയുമെല്ലാം കൊടുത്ത് ചാറ്റ് ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ ഒരാൾ അജ്ഞാതനാമകമായ നിലക്ക് തന്റെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അന്യപുരുഷനുമായി ദഅവത്ത് നടത്തുകയാണെങ്കിൽ ഒരു പരിധിവരേക്കും അത് സ്വീകാര്യമാണ്. ഇന്ന ആളാണ്, ഇന്ന രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ തുറന്ന നിലക്ക് ദഅവത്ത് ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ. അതുകൊണ്ടാണ് പുരുഷന്മാർ പുരുഷന്മാരോടും സ്ത്രീകൾ സ്ത്രീകളോടും ദഅവത്ത് ചെയ്യണമെന്ന് പറയുന്നത്. കലാലയങ്ങളിൽ ദഅവത്ത് ചെയ്യാൻ പോകുമ്പോൾ ഒരു അടഞ്ഞ മുറിയിൽ പുരുഷനും സ്ത്രീയും ചർച്ച ചെയ്യുന്നു. അവരോടൊപ്പം മൂന്നാമതുള്ളത് പിശാചായിരിക്കും. ഇത് നേരിട്ടുള്ള ദഅവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്റർനെറ്റിലും ഇതേ അളവിലല്ലെങ്കിലും ഒരു പരിധിവരെ നടക്കുന്നു. അങ്ങനെ വളരെയധികം അടുക്കുമ്പോൾ പരസ്പരം കാണാൻ തോന്നുന്നു. അങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട്. ലണ്ടനിലുള്ളയാളുമായി ചാറ്റ് ചെയ്യുന്നു. പെട്ടെന്നൊരു ദിവസം ലണ്ടനിൽ നിന്നും വരാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴാണ് നിങ്ങൾ വരിക? നിങ്ങളുടെ ഫ്ലൈറ്റ് നമ്പർ എത്രയാ? തുടങ്ങിയ ചോദ്യങ്ങൾ. ശരി, ഞാൻ അവിടെ എത്താം. ഇങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അത് അമുസ്ലിം ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും. മനുഷ്യപ്രകൃതി ഇങ്ങനെയാണ്. അപ്പോൾ എതിർ ലിംഗക്കാരുമായി ഇത്തരത്തിൽ സംവദിക്കേണ്ടതില്ലെന്ന് ഞാൻ അംഗീകരിക്കുന്നു. വല്ല വിവരവും ലഭിക്കാനായി അത് പരിശോധിക്കാം, ഡൗൺലോഡ് ചെയ്യാം, കുഴപ്പമില്ല. ചാറ്റിംഗ് എന്നത് സ്ത്രീകൾക്ക് മാത്രമായും പുരുഷന്മാർക്ക് മാത്രമായുമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. വൈവാഹിക സൈറ്റുകളിൽ ഞാൻ അതിനോടൊട്ടും യോജിക്കില്ല. അത് പൂർണ്ണമായിട്ടും നിഷിദ്ധമല്ലെങ്കിലും വെറുക്കപ്പെട്ടതാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുവെന്ന് വെച്ചാൽ കാര്യങ്ങളുടെ തുടക്കം അവിടെയാണ്. നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. അവസാനം നിങ്ങൾ സാധനത്തെ കാണും. ഇതായിരുന്നോ ഞാൻ വലിയ കാര്യമാക്കിയത്? ഇനി ഇതിരിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണ്ടത്? ഞാൻ ഇന്റർനെറ്റിലാണ് കണ്ടത്. അദ്ദേഹം എവിടെയാ? UK അല്ലെങ്കിൽ USA. ആദ്യം അവർ തമ്മിലുള്ള ഇഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. അത് ഇസ്ലാമിക താൽപര്യമല്ല, മറിച്ച് എതിർ ലിംഗവുമായിട്ടുള്ള താൽപര്യമാണ്. നിങ്ങൾ പരസ്പരം കാണുമ്പോൾ എന്തായിരുന്നു ഇസ്ലാമികമായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ഒന്നുമില്ല, ബാഹ്യമായ രൂപത്തിലും ഒന്നുമില്ല. പക്ഷെ ഇഷ്ടം അവിടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ രക്ഷാകർത്താക്കൾക്കും നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നവർക്കും എതിരെ പോകുന്നു. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും എതിരാണ്.
അറിയാത്ത തിന്മയേക്കാൾ അറിഞ്ഞ തിന്മയാണ് നല്ലത്. ഒരു ഇസ്ലാമിക വസ്ത്രധാരണം നടത്തുന്ന വ്യക്തി നിങ്ങൾക്ക് അയാളെ അറിയുകയെങ്കിലും ചെയ്യാം. അയാൾ സുരക്ഷിതനാണ്, തൊഴിൽ ചെയ്യുന്നുണ്ട്, അയാളുടെ രക്ഷാകർത്താക്കളെയും പശ്ചാത്തലവും അറിയാം, അയാളുടെ സുഹൃത്വലയം അറിയാം, അയാൾക്ക് തിന്മകൾ ഇല്ലെന്നറിയാം. ഈ മനുഷ്യനെ കുറിച്ച് എന്തറിയാം? ഇന്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്യുമ്പോൾ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് എങ്ങനെ അറിയാം? സാധ്യമായിരിക്കാം അത്തരത്തിലുള്ള വിവാഹം കഴിച്ചവരിൽ കുറച്ചുപേർ വിജയിച്ചിട്ടുണ്ടാവാം. പക്ഷേ അപകട സാധ്യത കൂടുതലാണ്. വിദേശത്ത് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എന്നിട്ട് നിങ്ങൾ ഇവിടെ ചെയ്തതെല്ലാം വിട്ടുപോകണം. എന്റെ അഭിപ്രായത്തിൽ അതൊട്ടും ശരിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. മാസികകൾ നോക്കുന്നതിൽ കുഴപ്പമില്ല. ഷാദി.com നോക്കുമായിരിക്കും. ഷാദി.com എന്താണെന്ന് എനിക്കറിയില്ല. അവരുടെ പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയില്ല. ഇസ്ലാമികമായി നടത്തുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടെങ്കിലും സംഭവ്യത കുറവാണ്. മാസികകളിലെ പോലെ ചില ഇസ്ലാമിക വെബ്സൈറ്റുകളുണ്ടെന്ന് എനിക്കറിയാം. ഫോട്ടോ ഇടരുത്, നിങ്ങളുടെ വിവരങ്ങൾ മാത്രമേ ഇതിലിടുകയുള്ളൂ എന്നൊക്കെ പറയാം. എനിക്ക് അങ്ങനെയുള്ളവയെക്കുറിച്ച് അറിയില്ല. ഞാൻ അധികം ഇന്റർനെറ്റിൽ ഇരിക്കുന്നയാളല്ല. എന്റെ സ്റ്റാഫാണ് ഇന്റർനെറ്റ് പരിശോധിക്കുന്നത്. ഇസ്ലാമിക നിബന്ധനകളും ശരീഅത്തും പാലിക്കുന്ന വെബ്സൈറ്റുകളുണ്ടെങ്കിൽ യുവതികൾ സ്വയം ചാറ്റ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. വിവാഹ ബ്യൂറോകൾ കുഴപ്പമില്ല. ഒരു ബ്യൂറോയിൽ പോവുക, വിവരങ്ങൾ ചോദിക്കുക. രണ്ടുപേർക്കുമിടയിൽ ഒരു മധ്യസ്ഥനുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അന്യ വ്യക്തിയുമായിട്ട് നേരിട്ട് സംവദിക്കുന്നത് അള്ളാഹുവിൽ നിന്നും നിങ്ങളെ അകറ്റുകയാണെന്നേ ഞാൻ പറയൂ. ഞാൻ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു.